Let me continue here. Hope you understood the experiment part. Again, I'll explain the same here. Before conditioning. Before conditioning, ആദ്യം ഫുഡ് ആണ് ഡോഗിന് മുമ്പിൽ കാണിച്ച ഒരു സ്റ്റിമുലസ്. ബിഫോർ കണ്ടീഷനിങ് ആ ഫുഡ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഫുഡ് കാണുമ്പോൾ തീർച്ചയായിട്ടും ഡോഗിലുണ്ടാകുന്ന നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത് സലൈവേഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസാണ്. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിൽ പാവ്ലോ കണ്ടീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റിങ്ങിങ് ഓഫ് ദ ബെല്ലാണ്. ബിഫോർ കണ്ടീഷനിങ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. പക്ഷേ ആ ന്യൂട്രൽ സ്റ്റിമുലസിനെ, അതായത് റിങ്ങിങ് ഓഫ് ദ ബെൽ, അതിനെയാണ് നമ്മൾ കണ്ടീഷൻ റെസ്പോൺസ് ആയിട്ട് പാവ്ലോ യൂസ് ചെയ്തിരിക്കുന്നത്. ബിഫോർ കണ്ടീഷനിങ് ആ ന്യൂട്രൽ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഡോഗിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് സെലൈവേഷൻ ഉണ്ടാകുന്നില്ല. ശരിക്കും ഒരു ബിൽ റിങ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ സെലൈവേഷൻ എന്ന റെസ്പോൺസ് വെച്ച് നോക്കുമ്പോൾ ബെൽ റിങ് ചെയ്യുമ്പോൾ ഒരു റെസ്പോൺസും ഉണ്ടാകുന്നില്ല. അതായത് കണ്ടീഷൻഡ് റെസ്പോൺസ് ഇവിടെ കൊണ്ടുവരുന്നില്ല, സെലൈവേഷൻ ഇല്ലെന്നാണ് ഉദ്ദേശിക്കുന്നത് ബിഫോർ കണ്ടീഷൻ. ആ ന്യൂട്രൽ സ്റ്റിമുലസിനെയാണ് നമ്മൾ അൺകണ്ടീഷൻ സ്റ്റിമുലസ്, അതായത് ഫുഡിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പോകുന്നത്, അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ പറഞ്ഞിരുന്നു ഈ എക്സ്പെരിമെൻറ്റ് ഉദ്ദേശിക്കുന്നത് രണ്ട് സ്റ്റിമുലസിനെ ഒന്നിച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിമുലസിൽ നിന്ന് ഉണ്ടാകുന്ന റെസ്പോൺസ് തന്നെ മറ്റ് സ്റ്റിമുലസിൽ നിന്നും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ കണ്ടീഷനിങ് പ്രോസസ്സിൽ ബെല്ല് അടിക്കുകയും അതിന് ശേഷം ഫുഡ് കാണിക്കുകയും ചെയ്യുന്നു. ഇതാണ് എക്സ്പെരിമെൻറ്റ് പല പ്രാവശ്യം ചെയ്യുന്നത്. അങ്ങനെ കാണിക്കുമ്പം റെസ്പോൺസ് സലൈവേഷൻ ഉണ്ടായാലും ആ സലൈവേഷനെ പിന്നെയും നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ ബെല്ലെന്ന് പറയുന്ന കണ്ടീഷൻഡ് സ്റ്റിമുലസിൻ്റെ കൂടെ ഫുഡെന്ന് പറയുന്ന അൺകണ്ടീഷൻ സ്റ്റിമുലസും കൂടെ പെയർ ചെയ്താണ് കൊടുക്കുന്നത്. അവിടെ ഫുഡ് ഉള്ളതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ റെസ്പോൺസിനെ, അതായത് തേർഡ് ഫിഗറിൽ നോക്കുക, ആ റെസ്പോൺസിനെ നമുക്ക് അൺകണ്ടീഷൻ റെസ്പോൺസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇത് പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴാണ് ബെല്ലടിക്കുമ്പോൾ മാത്രം, ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോഴേ സലൈവേഷൻ ഉണ്ടാകുന്നുണ്ട്. ഇത് ആഫ്റ്റർ കണ്ടീഷനിങ് ആണ്. ആഫ്റ്റർ കണ്ടീഷനിങ്ങിൽ ഈ ബെൽ എന്ന് പറയുന്നത് ന്യൂട്രൽ സ്റ്റിമുലസ് ആയ ബെല്ല് അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആയ ഫുഡിൻ്റെ കൂടെ പെയർ ചെയ്ത് കഴിയുമ്പോൾ ആഫ്റ്റർ കണ്ടീഷനിങ് ആ ബെല്ലെന്ന് പറയുന്നത് കണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന റെസ്പോൺസ് ഓട്ടോമാറ്റിക്കലി എന്താണ്? അത് കണ്ടീഷൻഡ് റെസ്പോൺസാണ്. അപ്പോൾ ഫസ്റ്റ് ഫിഗറും ഫോർത്ത് ഫിഗറും മാത്രം നോക്കുക. ഫസ്റ്റ് ഫിഗറിൽ അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഉണ്ടായ റെസ്പോൺസ് സലൈവേഷനാണ്, അത് അൺകണ്ടീഷൻഡ് റെസ്പോൺസാണ്. ഇവിടെ ഫോർത്ത് ഫിഗറിൽ കണ്ടീഷൻഡ് സ്റ്റിമുലസിൽ വരുന്ന റെസ്പോൺസും സലൈവേഷനാണ്. പക്ഷേ അപ്പോൾ ആ റെസ്പോൺസിനെ നമ്മൾ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയും. സോ രണ്ട് സ്റ്റിമുലൈ എന്ന് ഉദ്ദേശിക്കുന്ന ഫുഡിനെയും ബെല്ലിനെയും ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഫുഡിൽ നിന്ന് കിട്ടുന്ന അതേ റെസ്പോൺസ് ബെല്ലിൽ നിന്നും കിട്ടുമ്പോൾ ആ റെസ്പോൺസ് സെയിം റെസ്പോൺസായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതിനെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതായത് കണ്ടീഷനിങ് പ്രോസസ്സിൽ ഏത് സ്റ്റിമുലസിനെയാണോ കണ്ടീഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റിമുലസ് ആദ്യം കൊടുക്കണം. അതായത് ഫുഡ് കാണിച്ചതിന് ശേഷം ബെല്ല് കാണിക്കാൻ പാടില്ല. ആദ്യം ബെല്ലിൻ്റെ റിങ് കൊടുത്തതിന് ശേഷം മാത്രമേ ഫുഡ് കാണിക്കാവുള്ളൂ. അതായത് CS എന്ന് പറയുന്നതായിരിക്കണം ആദ്യം വരിക. തേർഡ് ഫിഗറിൽ നോക്കുക, CS പ്ലസ് UCS ആണ് അൺകണ്ടീഷൻ റെസ്പോൺസ് നമുക്ക് തരത്തുള്ളൂ. നമുക്കൊന്നും കൂടെ ഇപ്പം ആദ്യം പറഞ്ഞ ഡെഫിനേഷൻ നോക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇസ് എ ഫോം ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ടു സ്റ്റിമുലൈ ആർ പ്രസൻറ്റഡ് ടുഗെദർ. ഇപ്പോൾ നിങ്ങൾക്കറിയാം ആ ടു സ്റ്റിമുലൈ എന്ന് പറയുന്നത് ഒന്ന് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അതായത് ഫുഡ്, മറ്റൊന്ന് കണ്ടീഷൻഡ് സ്റ്റിമുലസ്, നമ്മുടെ റിങ്ങിങ് ഓഫ് ദ ബെൽ. ഇത് രണ്ടും ഒന്നിച്ച് കൊടുക്കുമ്പോൾ റെസ്പോൺസ് ഒറിജിനലി എലിസിറ്റഡ് ബൈ വൺ ഓഫ് ദം. റെസ്പോൺസ് ഒറിജിനലി എലിസിറ്റഡ് എന്ന് പറയുമ്പോൾ ഫുഡെന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ റെസ്പോൺസ് എന്ന് പറയുന്നത് സലൈവേഷനാണ്. that comes to be elicited by the other. അതേ സലൈവേഷൻ റിങ്ങിങ് ഓഫ് ദ ബെല്ലിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ക്ലാസിക്കൽ കണ്ടീഷനിങ് is a form of learning in which two stimuli are presented together and the response originally elicited by one of them comes to be elicited by the other. അതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഇൻ വിച്ച് കണ്ടീഷൻ സ്റ്റിമുലസ്
comes to elicit a conditioned response. അതായത് റിംഗിങ് ഓഫ് ദ ബെൽ അല്ലേ, അതാണ് കണ്ടീഷൻ സ്റ്റിമുലസ് comes to elicit a conditioned response only after having paired with an unconditioned stimulus. Okay, hope it's clear. So you know the components of classical conditioning, these four things are the main. One is unconditioned stimulus, unconditioned response, conditioned stimulus and conditioned response. So what is unconditioned stimulus? Stimulus capable of provoking a response on its own. Every stimulus has its own response. ഇത് ഈസി ആയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഏതൊരു സ്റ്റിമുലസിനും അതിൻ്റെതായ നാച്ചുറൽ റെസ്പോൺസ് കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഇവിടെ രണ്ട് സ്റ്റിമുലസ് ഉണ്ടായിരുന്നു അല്ലേ, ഫുഡിനും സലൈവേഷൻ ഉണ്ടായി, ബെല്ലിലും സലൈവേഷൻ ഉണ്ടായി. പക്ഷേ ഇതിൽ നാച്ചുറൽ ഏതായിരുന്നു? ഫുഡാണ്. സോ ദാറ്റ് ഈസ് അൺകണ്ടീഷൻ സ്റ്റിമുലസ്. ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ഫുഡാണ്. അൺകണ്ടീഷൻ റെസ്പോൺസ്, കണ്ടീഷൻ റെസ്പോൺസിന് വരുന്ന അൺകണ്ടീഷൻ സ്റ്റിമുലസിൽ ഉണ്ടാകുന്ന റെസ്പോൺസാണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. ദെൻ വാട്ട് ഈസ് കണ്ടീഷൻ സ്റ്റിമുലസ്? ഇവിടെ കണ്ടീഷൻ സ്റ്റിമുലസ് നമ്മുടെ സൗണ്ട് ഓഫ് ദ ബെല്ലാണ്. ഇനീഷ്യലി അതൊരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്, ബട്ട് ത്രൂ ദ അസോസിയേഷൻ വിത്ത് അൺകണ്ടീഷൻ സ്റ്റിമുലസ് ഇറ്റ് ബിക്കം ദ കണ്ടീഷൻ സ്റ്റിമുലസ്. ഇവിടെ റിംഗിങ് ഓഫ് ദ ബെൽ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്നു, അതിനെ ഒരു അൺകണ്ടീഷൻ സ്റ്റിമുലസിൻ്റെ കൂടെ പെയർ ചെയ്യുമ്പോൾ അതൊരു കണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ട് മാറുന്നു. അപ്പോൾ കണ്ടീഷൻ സ്റ്റിമുലസിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ഓട്ടോമാറ്റിക്കലി കണ്ടീഷൻഡ് റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, സോ യു ഹാവ് ഫോർ മെയിൻ തിങ്സ്. ഓൺ ഇസ് അൺകണ്ടീഷൻ സ്റ്റിമുലസ്, അതിന് ഉണ്ടാകുന്ന റെസ്പോൺസ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ്. കണ്ടീഷൻ സ്റ്റിമുലസ് എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റിൽ ശരിക്കും ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. അതെപ്പോഴാണോ അൺകണ്ടീഷൻ സ്റ്റിമുലസിൻ്റെ കൂടെ ചേരുന്നു അപ്പോൾ അത് കണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ട് മാറുന്നു. ഈ കണ്ടീഷൻ സ്റ്റിമുലസിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. സെയിം തിങ് ഹിയർ, UCS അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്, അതിൽ കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്, സലൈവേറ്റിംഗ്. ന്യൂട്രൽ സ്റ്റിമുലസ് അതിൻ്റെ കൂടെ UCSും കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് സലൈവേറ്റിംഗ് ആണ്. പക്ഷേ അതും എന്തായിരിക്കും? അൺകണ്ടീഷൻ റെസ്പോൺസ് ആണ്. കാരണം ഇവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ഫുഡെന്ന് പറയുന്നത് ഉണ്ട്. തേർഡ് സ്റ്റേജിലാണ് ആ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്ന ബെല്ല് കണ്ടീഷൻ സ്റ്റിമുലസ് ആയിട്ട് മാറി നമുക്ക് സലൈവേറ്റിംഗ് എന്ന് പറയുന്നത് കണ്ടീഷൻ റെസ്പോൺസ് ആയിട്ട് മാറുന്നത്. ഫസ്റ്റും തേർഡും മാത്രം നോക്കിക്കേ. അൺകണ്ടീഷൻ സ്റ്റിമുലസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അൺകണ്ടീഷൻ റെസ്പോൺസ് ആണ്, കണ്ടീഷൻ സ്റ്റിമുലസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. രണ്ട് റെസ്പോൺസും സെയിം ആണ്, സലൈവേറ്റിംഗ് ആണ്, പക്ഷേ സ്റ്റിമുലസ് മാറുന്നുണ്ട്. ടു സ്റ്റിമുലൈ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇസ് എ ഫോം ഓഫ് ലേണിംഗ് ഇൻ വിച്ച് ടു സ്റ്റിമുലൈ UCS and CS combined together. The response originally elicited by one of them comes to be elicited by the other. UCR എന്ന് പറയുന്ന സലൈവേറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ഫുഡ് പൗഡറിൽ നിന്ന് കിട്ടുന്ന അതേ സംഭവം നമുക്കിവിടെ ബെൽ റിംഗിങ്ങിൽ നിന്ന് കിട്ടുന്നു. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. Thus Pavlovian theory is a learning procedure that involves pairing a stimulus with a conditioned response, and it involves 3 stages: before conditioning, during conditioning and after conditioning. So classical conditioning occurs when a conditioned stimulus is paired with an unconditioned stimulus, and after pairing is repeated, the organism exhibits a conditioned response to the conditioned stimulus when the conditioned stimulus is presented alone. സെയിം ആണ്, ഒരേ കാര്യമാണ് പറയുന്നത്. അത് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് വെച്ച് പഠിക്കുക, ഫിഗർ വെച്ച് പഠിക്കുക, പിന്നെ ഫോർമുല വെച്ച് പഠിക്കുക. എവറിത്തിങ് ഇസ് സെയിം. ട്രൈ ടു ലേൺ. ഓക്കെ, then we'll see educational implications. And you know what is educational implications? തിയറി എന്ന് പറയുന്നത്, ഈ ലേണിംഗ് തിയറി എന്ന് പറയുന്നത് ജനറൽ സൈക്കോളജിയുടെ തിയറിയാണ്. അപ്പോൾ ഈ തിയറി ബേസ് ചെയ്ത് നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് സൈക്കോളജിയാണ്. ജനറൽ സൈക്കോളജിയിലുള്ള എല്ലാ തിയറിയും എല്ലാ ഫീൽഡിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഹൗ വി ആർ യൂസിങ് ദോസ് തിയറീസ്, ഹൗ വി ആർ ഇംപ്ലോയിങ് ദോസ് തിയറീസ് ഇൻ എഡ്യൂക്കേഷൻ ഫീൽഡ് എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. ഈ തിയറിയിൽ നിന്ന് എന്തൊക്കെ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷണൽ ഫീൽഡിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. So the principles of classical conditioning can be used for developing good habits in children, such as cleanliness, respect for others, punctuality, etc. ഏതൊരു ഗുഡ് ഹാബിറ്റ്സും കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വീട്ടിൽ
ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് സാധാരണ ഇന്നത്തെ കുട്ടികളെല്ലാവരും തന്നെ നമുക്കറിയാം അവർ ഫോൺ വെച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കും. റെസ്പെക്ട് ഫോർ എൽഡേഴ്സ് കുറഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാലമാണ്. ഏത് ഹാബിറ്റും ആവട്ടെ നമുക്കിത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് അത് പറയണം, ആൾക്കാർ വരുമ്പോൾ എണീക്കുക, അവരുടെ മുമ്പിൽ തന്നെ നമ്മൾ പറഞ്ഞ് അവർക്ക് റെസ്പെക്റ്റ് കൊടുപ്പിക്കുന്നതിനെക്കാട്ടിലും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന അതേ റെസ്പോൺസ് അതിൻ്റെ കൂടെ വേറെ ഒരു സ്റ്റിമുലസ്, അത് എന്തും ആകാം, ഒരു ബോഡി ലാംഗ്വേജ്, സിമ്പിൾ ബോഡി ലാംഗ്വേജ് ആകാം, ഏതെങ്കിലും ഒരു സ്റ്റിമുലസും കൂടെ ആഡ് ചെയ്ത് പറയുവാണെങ്കിൽ ചില വീട്ടിൽ കണ്ണുരുട്ടി കാണിക്കുന്നത് നമുക്ക് കാണാം അല്ലേ. ഏത് ടൈപ്പിലൂടെ ആണെങ്കിലും നമുക്ക് വേറൊരു സ്റ്റിമുലസും കൂടെ പെയർ ചെയ്യുവാണെങ്കിൽ ആരെങ്കിലും വീട്ടിൽ വരുവാണെങ്കിൽ മാതാപിതാക്കൾ കാണിക്കുന്ന ആ ഒരു സൈൻ ലാംഗ്വേജ്, ആ ഒരു ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്ത് അവർ ഓട്ടോമാറ്റിക്കലി എണീക്കുകയും ചെയ്യുമോ എന്നുള്ളത് സംശയമാണ് ഇന്നത്തെ കുട്ടികൾ, അത് വേറെ കാര്യം. എന്നാലും നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ ഒരു സ്റ്റിമുലസ് 2 പെയർ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുഡ് ഹാബിറ്റ്സ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഫോർ ഡീകണ്ടീഷനിങ് ഓൾസോ ഇതിൻ്റെ റിവേഴ്സായിട്ട് നമുക്ക് ആങ്സൈറ്റി, ഫിയർ, ഫോബിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിവേഴ്സിൽ നമുക്ക് മാറ്റിയെടുക്കാൻ അത് പറ്റുന്നതാണ്. പിന്നെ ടു ഡെവലപ്പ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേണിംഗ്, ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾ സബ്ജക്ട്സ്. യെസ്, നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്കിത് പറ്റും. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെ പണ്ട് നിങ്ങളിപ്പോൾ ഓൺലൈനിൽ വരുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് മിക്കവാറും വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ കുറേ കാര്യങ്ങളാണ്. യൂട്യൂബ്, യു വിൽ സെർച്ച് സോ മെനി തിങ്സ് ഇൻ യൂട്യൂബ്സ്. ബി.എഡ് സ്റ്റുഡൻസ് തീർച്ചയായിട്ടും എഡ്യൂക്കേഷനിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാനില്ലെന്നല്ല പറയുന്നത്. എന്നാലും ഇപ്പോഴത്തെ ഈ ഓൺലൈൻ ക്ലാസ്സിന് ശേഷം ഇനി നിങ്ങൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിൽ ഗോ ഫോർ സെർച്ച് ഫോർ ക്ലാസ്സസ്, വിൽ സെർച്ച് സംതിങ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ. മോർ ഈ എൻ്റർടൈൻമെൻറ്റിനെക്കാട്ടിലും എഡ്യൂക്കേഷനിൽ സെർച്ച് ചെയ്യാൻ നിങ്ങൾ അറിയാതെ തന്നെ തുടങ്ങും. അങ്ങനെ ഒരു മാറ്റം നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. Then fourth, use of audio visual aids in the teaching learning process involves the classical condition theory. Yes, ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ആകട്ടെ, നമുക്ക് ഏത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്താലും അത് ടീച്ചർ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസ്, അത് അൺകണ്ടീഷൻ സ്റ്റിമുലസ്, ടീച്ചർ പഠിപ്പിക്കുന്നത് അൺകണ്ടീഷൻ സ്റ്റിമുലസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് കണ്ടീഷൻ സ്റ്റിമുലസ് ആണ്. അത് ടീച്ചർ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന അതേ നോളേജ് പവർ പോയിൻറ്റിലൂടെയും ബാക്കി ഓഡിയോ വിഷ്വൽ എയ്ഡ്സും കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. Then you have to teach alphabets and fundamental principles of arithmetic by using some concrete materials. നമുക്കറിയാം കുഞ്ഞു കുട്ടികൾക്ക് ABCD എന്ന് പറഞ്ഞു കൊടുക്കുന്നതും അത് A for apple, B for bat എന്ന് പറയുന്നതും വളരെ വ്യത്യസ്തമാണ്, ഇഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്പേഴ്സ് ആണെങ്കിലും ഇപ്പോൾ 4 + 3 = 7 എന്ന് പഠിപ്പിക്കുന്നതിനെക്കാട്ടിലും ഒരു 4 പൂച്ചയുടെ പടവും ഒരു 3 ഡോഗ്സിൻ്റെ പടവും കൊടുത്തിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് അവരെ ഒന്നും കൂടെ അട്രാക്റ്റ് ചെയ്യും. അവിടെ ആ നമ്പർ എന്ന് പറയുന്ന സ്റ്റിമുലസിൻ്റെ കൂടെ ഫിഗർ എന്ന് പറയുന്ന ഇന്നൊരു സ്റ്റിമുലസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ആ റെസ്പോൺസ് കൊണ്ടുവരുന്നത്. Then the theory emphasizes the importance of reinforcement and it becomes effective when they are rewarded. റിവാർഡിനെ കുറിച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ തോണ്ടേക്കിൽ പറഞ്ഞ പോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ പ്രാധാന്യം. ഇവിടെ ഫുഡ് എന്ന് പറയുന്ന ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഉള്ളത് ആ ഡോഗിൻ്റെ ഈ സലൈവേഷൻ ഉണ്ടാകാൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പെരിമെൻറ്റ് റിസൾട്ട് ഉണ്ടാകാൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് എ വെരി വൈറ്റൽ റോൾ. സോ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ഒരു ഇംപ്ലിക്കേഷൻസ് നമുക്ക് ക്ലാസിക്കൽ കണ്ടീഷനിങ് തരുന്നുണ്ട്. The last one, defective method of teaching, improper behavior may condition a child to develop a distaste and hatred, while affectionate and sympathetic treatment produce a desirable impact. Yes, നമുക്കറിയാം ഒരു കുട്ടിക്ക് ക്ലാസ് സബ്ജക്റ്റ് ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ ചിലപ്പം ആ ടീച്ചറിനോടുള്ള ദേഷ്യം അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഇടപെടൽ കൊണ്ട് ആ സബ്ജക്റ്റ് തന്നെ വെറുക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നേരെ തിരിച്ച് അവർക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റും ആ ടീച്ചറിൻ്റെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ അവർ പഠിപ്പിക്കുന്ന മെത്തേഡ് ഓഫ് ടീച്ചിങ് കൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചു പോകുന്ന കുട്ടികളെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ പലതരത്തിൽ നമുക്ക് കണ്ടീഷൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് വലിയ സ്റ്റിമുലസിലേക്ക് പോകണമെന്നില്ല. ഒരു ആസ് എ ടീച്ചർ നമ്മൾ പഠിപ്പിക്കുന്ന മെത്തേഡിലൂടെ ഒരു കെയർ ആൻഡ് അഫെക്ഷൻ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്നൊക്കെ പറയുന്നത് അതൊരു ലെവലാണെങ്കിൽ ജസ്റ്റ് ഒരു കെയർ, ഒരു അഫെക്ഷൻ അത് അവർക്ക് തോന്നിപ്പിച്ചാൽ തന്നെ പിള്ളേർക്ക് അതൊരു ക്ലാസിക്കൽ കണ്ടീഷനിങ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്പോൺസ്, അതായത് അവർ കാണിക്കുന്ന നെഗറ്റീവ് റെസ്പോൺസിനെ നമുക്ക് കണ്ടീഷൻ ചെയ്ത് നല്ല റെസ്പോൺസിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. So this is about classical conditioning. Thank you. We'll see next class about Skinner's operant conditioning. Thank you.